ഇത് 3 എടുക്കുന്നു. ചേഞ്ച് ഇല്ല കേട്ടോ, അതാ മിഠായി തരാ. ഇതിപ്പോ ചില്ലറ മതി എങ്ങനെ പറയും? അളിയ എൻ്റെ അസൈൻമെൻറ്റും കൂടി എഴുതി വെക്കണേ. ഇതാ A4 ഷീറ്റ്. അല്ല പറ്റില്ല പറഞ്ഞാലോ. ഇനി അവനെന്തെങ്കിലും വിചാരിക്കും. എടാ നിന്റെ ഈ മാസത്തെ EMI പൈസ ഞാനേ കൊടുത്തേ. EMI ഇല്ല എടാ, ഇപ്പോൾ ഫണ്ട് കുറച്ച് ടൈറ്റാ. ഞാൻ കിട്ടുമ്പോൾ തരാം. ചേഞ്ച് ഇല്ല കേട്ടോ, അതാ മിഠായി തരാ. മുട്ടായി വേണ്ട, ചില്ലറ തരൂ. അപ്പൊ ഞാൻ പറഞ്ഞ സംഭവം വർക്കൗട്ടാവല്ലേ? അത് കൊള്ളാം. എടാ നീ ഒറ്റയ്ക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യൂലേ? ഞാൻ എഴുതാന്ന അസൈൻമെൻറ്റ് അവിടെ. എടാ നിന്റെ വിശപ്പ് മാറാൻ ഞാൻ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. തൽക്കാലം നിന്റെ അസൈൻമെന്റ് നീ തന്നെ എഴുതിയാൽ മതി. എടാ നീ എന്ത് പരിപാടി കാണിച്ച്? എൻ്റെ ഈ മാസത്തെ EMI എന്താ നീ അടച്ചില്ല? എടാ നിന്റെ EMI ഞാൻ എന്തിനാണ് അടയ്ക്കണേ? എടാ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് തരാമെന്ന്. ഇത് തന്നെ അല്ലടാ നിന്റെ ഐഫോൺ എടുത്തപ്പോഴും പറഞ്ഞത്. ഞാൻ ഈ പരിപാടി നിർത്തി. നീ ഒറ്റയ്ക്ക് അടച്ചാൽ മതി. അളിയ നീ പറ. ഒന്നുമില്ല ഇവിടെ EMIൻ്റെ ഓരോ കാര്യങ്ങൾക്കും നോ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ആരുമില്ല. അപ്പോഴാണ് മനസ്സിലായേ അവരുടെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് എൻ്റെ കൂടെ നിന്നതെന്ന്. എന്നാലും ഞാൻ നോ പറയാൻ പഠിച്ചല്ലോ. അപ്പം നോ പറഞ്ഞാൽ ഇതൊക്കെ തിരിച്ചറിയാലേ.